വിജയകുമാർ കുടിച്ചിരുന്നു. വിജയകുമാർ, അവിടെ അല്പസം മുമ്പ് വലിയ മഴ തുടങ്ങിയിരുന്നു. ആ മഴ അങ്ങനെ തുടരുന്നുണ്ടോ? ആ പുഴയിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ടോ? രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ടോ വിജയകുമാർ? ഹാഷ്മി, ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാകുന്നത് അതുതന്നെയാണ്. ഇവിടെ കനത്ത മഴയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂറായി പെയ്യുന്നത്. ആ പുഴയിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നു എന്നത് മറ്റൊരു ആശങ്കയാണ്. വലിയ ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ഈ പുഴയിൽ ഉണ്ടായിരുന്ന മണൽത്തിട്ട പലതും ഇപ്പോൾ കാണാനില്ല. രക്ഷാപ്രവർത്തനത്തിന് പോയവരൊക്കെ വളരെ വേഗത്തിൽ ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ തിരികെ വരുന്നുണ്ട്. അവരുടെ വാഹനങ്ങളൊക്കെ വരുന്നത് കാണാം. ഇവിടെ ഈ ആർമി ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ രക്ഷാപ്രവർത്തനത്തിന് പോയി അക്കരെ ഉണ്ടായിരുന്നവരെ വളരെ വേഗത്തിൽ ഈ പുഴയുടെ ഇങ്ങേക്കരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം അവർക്ക് അത് പിന്നീട് പുഴ കടക്കാൻ കഴിയാത്ത സാഹചര്യം, ജലനിരപ്പ് ഉയർന്നാൽ പിന്നീട് പുഴ കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ പുഴ ആ പാലത്തിലൂടെ, താൽക്കാലിക പാലത്തിലൂടെ ആളുകൾ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് കടന്നു വരുന്നത് കാണാം. പുഴയിലെ ഒഴുക്ക് കുറേ സമയമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അവിടെ ഉണ്ടായിരുന്ന മൺതിട്ടകൾ പലതും ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുകളിൽ നേരത്തെ മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ വെള്ളം കുത്തിയൊഴുകി വരുന്നതാണ് എന്ന് തോന്നുന്നു. ആളുകൾക്കൊരു ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ഈ അപകടം നടന്ന് 48 മണിക്കൂറാകുമ്പോൾ വീണ്ടും കുത്തൊഴുക്കുണ്ടാകുന്നതിൽ ഒരു പേടിയുണ്ട്. ഇപ്പോൾ ആർമി അതിലെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അതിലെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരുന്നത്. അവർ പോയ ജീപ്പുകളൊക്കെ ഇപ്പോൾ തിരികെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അല്പസമയം മുമ്പാണ് ഒരു മൃതദേഹം കൂടി അവിടെ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന ആ വഴിയിലൂടെ ആ വടം കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നത്. അത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ മാറ്റുകയും ചെയ്തു. ഒരു പക്ഷേ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഈ മേഖലയിൽ സാധ്യമാകുക എന്നറിയില്ല. നാളെ വൈകിട്ടോടുകൂടി ആർമിയുടെ ഈ ബെയിലി പാലം സജ്ജമാകുമെന്നാണ് ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അത് സജ്ജമാകുന്നതോടുകൂടി അത് കുറെ കൂടി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ മണ്ണുമാന്തി യന്ത്രം കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. അത് അക്കരയ്ക്ക് പോകുമോ എന്നറിയില്ല. ഇപ്പോഴത്തെ ഈ ജലം കുത്തിയൊഴുകുന്നതിന്റെ അളവ് കൂടിയ സാഹചര്യത്തിൽ ഈ വെള്ളത്തിലൂടെ ഈ 2 മെഷീനുകൾ പോകുമെന്നറിയില്ല. നേരത്തെ 2 വലിയ മെഷീനുകൾ വെള്ളത്തിലാണ് ഇറങ്ങിയാണ് അക്കരയ്ക്ക് കടന്നുപോയത്. പക്ഷെ ആ സമയത്തുണ്ടായിരുന്ന ഒഴുക്കല്ല ഇത്. കുറെ കൂടി ഓരോ നിമിഷം നമ്മൾ കാണുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുകയാണ്. വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയവരോട് ഈ പാലം വഴി കടന്നു പോകാൻ സേനാംഗങ്ങൾ, ഇപ്പോൾ കരസേന തന്നെ അറിയിക്കുന്നുണ്ട്. ആളുകൾ ഓടി വരുന്നുണ്ട് ആ വാഹനത്തിൽ, ആ പാലത്തിൽ ഇക്കരയിലേക്ക് വരാൻ. മഴ കുറെ കൂടി ശക്തമാകുന്നുണ്ട്. വലിയ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം അത് കുറെ കൂടി തീവ്രമാകുന്നുണ്ട്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സംഘാംഗങ്ങൾ അവർ ഈ റോപ്പ് വേ സൗകര്യം വഴി അവർക്ക് കടന്നു വരാൻ കഴിയുമെന്നതുകൊണ്ട് അവരവിടെ തുടരുന്നുണ്ട്. ഈ തീരത്തേക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി ആർമിയുടെ താൽക്കാലിക പാലം, ബെയിലി പാലം സജ്ജമാകും എന്നുള്ളതാണ് സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ ദുരന്തത്തിൽ 202 മരണം എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്ന മരണസംഖ്യ. ഇപ്പോഴും 200-ലധികം ആളുകളെ കാണാനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ മുണ്ടക്കയുടെ മറുകരയിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ്. ഈ ഘട്ടത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണ്ണിനടിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അപ്പോഴും മനുഷ്യസാധ്യമായത് എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി അവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന, മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. 3000-ലധികം പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ തുടരുന്ന സാഹചര്യമുണ്ട്. എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ തുടരാം. വിജയകുമാർ, കനത്ത മഴ, പുഴയിലെ ഒഴുക്ക് ഇങ്ങനെ കൂടി വരികയാണ്. അക്കരെ എനിക്ക് തോന്നുന്നു ആർമിയുടെ ആ താൽക്കാലിക പാലം വഴി അവരെ ആളുകളെ ഇപ്പോൾ ഇക്കരയിലേക്ക് മാറ്റുന്നത് അവസാനിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. ആ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ആ ഭാഗത്തുകൂടി ആളുകളെ ഇക്കരയിലേക്ക് കൊണ്ടുവരുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾ ആ പാലത്തിൽ കയറാനായി വന്നെങ്കിലും ആർമി ഉദ്യോഗസ്ഥർ അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം ആ താൽക്കാലിക പാലം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഒഴുക്ക്
പുഴയിൽ ശക്തമായിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ആ ഭാഗത്തുണ്ടായിരുന്നവരെയൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അവർ അവിടുത്തെ ആലിന്റെ ചുവട്ടിലേക്ക് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആർമി ഉദ്യോഗസ്ഥരെയും കാണാം. അവരാണത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങ് ദൂരെ ജീപ്പുകൾ വരുന്നുണ്ട്. ഒപ്പം ഈ ദൂരെ നിന്ന് ആളുകൾ ആ മലയുടെ മുകളിൽ നിന്ന് രാവിലെയൊക്കെ പോയവരാണ്. അവർ തിരികെ ഇറങ്ങി വരുന്നത് കാണാം. അവർ 2-3 പ്രതിസന്ധി ഉണ്ട് റീജിത്ത്. ഒന്ന്, അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇനി തുടരുന്നതിൽ അവരുടെ തന്നെ ജീവന് ഭീഷണിയാകും. കാരണം ഈ പലയിടത്തും മണ്ണ് ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് ഇടിഞ്ഞു നിൽക്കുകയാണ്. അത് കനത്ത മഴ പെയ്താൽ വീണ്ടും താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ആളുകൾ അവിടെ തുടരുന്നത് ഒരു അപകടമാണ് എന്നതുകൊണ്ട് അവർക്ക് മടങ്ങിപ്പോരുന്നുണ്ട്. ഇത്രയും സമയം ആർമി ആ താൽക്കാലിക പാലത്തിലൂടെ ഈ ദൗത്യത്തിന് പോയ ആളുകളെ ഇക്കരെ ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പാലം പ്രവർത്തിപ്പിക്കുന്നില്ല. കാരണം അതിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സംഘം ആ ഡ്രോപ്പ് വേ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു ജീപ്പിൽ വന്ന കുറെ ആളുകൾ കൂടി അവിടെ ഉണ്ട്. അവരവിടെ കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകമായിരിക്കും ഇവർക്ക് ഇനിയും റോപ്പ് വേ വഴി ആയിരിക്കും എല്ലാവരെയും കരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ ആർമിക്ക് ആ താൽക്കാലിക പാലം ഇനിയും പ്രവർത്തിപ്പിക്കാൻ കഴിയണം. ഇപ്പോഴത്തെ നിലയിൽ വെള്ളം കുറെ കൂടി ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് ആ പാലം പ്രവർത്തിപ്പിക്കുന്നത് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എല്ലാവരും ഇവിടുന്ന് പോയ ദൗത്യത്തിന് പോയ ആളുകളൊക്കെ വീണ്ടും ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. മഴയും ശക്തമായി തുടരുന്നുണ്ട്. ഒഴുക്ക് കുറെ കൂടി ശക്തമായിട്ടുണ്ട്. നമ്മൾ രാവിലെയൊക്കെ വരുമ്പോൾ ഇവിടെ ഈ പുഴയിൽ ധാരാളം മൺതിട്ടകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നിരപ്പാക്കിയാണ് ഒരു മൃതദേഹം കൂടി ഇപ്പോൾ ആ റോപ്പ് വേ വഴി ഈ കരയിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ജീപ്പ് വേഗത്തിൽ തിരികെ പോയത് അവിടെ വീണ്ടും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവരുന്നതിനാണ് എന്നാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ കാണുന്നുണ്ട് തുടർച്ചയായി മൃതദേഹം ആ റോപ്പ് വേ വഴി ഇവിടേക്ക് വരുന്നത്. ആ മുണ്ടക്കായ് മേഖലയിലെ തെരച്ചിലിൽ ലഭിക്കുന്ന മൃതദേഹങ്ങളിൽ അധികവും ഈ ഭാഗത്തേക്കാണ് കൊണ്ടുവരുന്നത്. നേരത്തെ നിലമ്പൂരിലേക്ക് എത്തിക്കുന്നത് ചാലിയാറിന്റെ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹമായിരുന്നു. ഈ ഭാഗത്ത് കണ്ടെത്തുന്നതൊക്കെ ഈ റോപ്പ് വേ വഴി ഇക്കരയ്ക്ക് എത്തിക്കുകയാണ്. ഒരു ആംബുലൻസ് അവിടെ സജ്ജമായിട്ടുണ്ട്. ആ ആംബുലൻസിലേക്ക് കയറ്റി അത് ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മോർച്ചറിയിലേക്കോ ഒക്കെ മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. ആരാണ് ഏതാണെന്നൊന്നും അറിയില്ല. ഉറ്റവരെ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട് ആശുപത്രികളിൽ. ഈ ബന്ധുക്കൾ ആ മൃതദേഹം വളരെ വേഗത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം എന്നത് ഏതാണ്ട് കേവലം ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കാരണം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കുത്തിയൊഴുകുന്ന വെള്ളത്തിൽപ്പെട്ട് ശ്വാസം കിട്ടാതെയും അതിൽ ഒക്കെയാണ് എല്ലാവരും അപകടത്തിൽപ്പെട്ടതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ നിലയിൽ ഉള്ള ഒരു സാങ്കേതിക അർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മരണസംഖ്യ 200 കടന്നു എന്ന ആശങ്കാജനകമായ വിവരവും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. 225-ലധികം ആളുകളെ കാണാനുണ്ടെന്നുള്ളതാണ് റവന്യൂ വകുപ്പ് പറയുന്ന കണക്ക്. പക്ഷേ ഈ നാട്ടുകാർ പ്രാദേശികമായി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരും നാട്ടുകാരുമൊക്കെ ആ കണക്ക് ഒട്ടും യുക്തിസഹമല്ല എന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ അധികം ആളുകൾ അതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്കത് ഔദ്യോഗികമായി തന്നെ സർക്കാർ സംവിധാനങ്ങളിലൂടെ സ്ഥിരീകരിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴും ഈ പുഴയിലെ നീരൊഴുക്ക് വളരെ ശക്തമായിട്ടുണ്ട്. കുറെ കൂടി ശക്തമായിട്ടുണ്ട്. ഇടയ്ക്കുണ്ടായിരുന്ന മൺതിട്ടകളൊക്കെ ഇപ്പോൾ വീണ്ടും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് ഈ പാലത്തിലൂടെയുള്ള രക്ഷാപ്രവർത്തനം അസാധ്യമായിട്ടുണ്ട്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നാളെ വൈകിട്ടോടെ പൂർത്തിയാകുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ആ പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ കൂടുതൽ സാമഗ്രികൾ ഇവിടെ സേനാ വിഭാഗങ്ങൾ എത്തിച്ചിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിലൊക്കെയാണ് ഇത് എത്തുന്നത്. അവിടെ നിന്ന് പ്രത്യേക ട്രക്കിൽ ഓൺ ആർമി ഡ്യൂട്ടി എന്ന ബോർഡ് വെച്ച് ആ വാഹനങ്ങൾ ഇവിടേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും ഒക്കെ വന്നിരുന്നു. അത് സജ്ജമാക്കുന്ന ജോലി തുടരുന്നതിനിടെയാണ് വീണ്ടും തുടർച്ചയായി മഴ പെയ്യുന്നത്. അത് ആ ജോലിയെ ബാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഉള്ളത്, വളരെ ദുഷ്കരമാകുന്നുണ്ട് ഇവിടുത്തെ ഈ ചെറിയ റോഡിലെ സാഹചര്യം. ആ റോഡ് നിറയെ ആംബുലൻസുകളും മറ്റും ആണിപ്പോഴും. അത് ഈ ദൗത്യത്തിൽ നിർണായകവുമാണ്. അപ്പോൾ അത്തരം വാഹനങ്ങൾ നിൽക്കുന്ന ഇടയിലൂടെ വേണം ആർമിയുടെ വലിയ വാഹനങ്ങൾ വന്ന് ഇത്തരം സാധനങ്ങൾ അവിടെ ഇറക്കി വെക്കാൻ. അപ്പോൾ അത് വലിയ പിടിപ്പത് പണി അതിനുണ്ട്. അത്തരം ജോലികൾ ഒരു പരിധിവരെ ഇന്ന് പകലൊക്കെ വളരെ സജീവമായി നടന്നിരുന്നു. പക്ഷേ ഈ മഴ കനത്തതോടെ അതും ഏതാണ്ട് ഇപ്പോൾ നിലച്ച
എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. താൽക്കാലിക പാലത്തിലൂടെ ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും തുടരുന്നതിനാൽ ആളുകളെ നിലവിൽ മാറ്റാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നായിരുന്നു ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. ഇപ്പോൾ 5 മണി പിന്നിടുകയാണ്. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് പരമാവധി പേരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിന്റെ ശ്രമം. ദുരന്തഭൂമിയിലെങ്ങും വിലാപത്തിന്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്.